ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. സോ ഇന്നലെ നമ്മൾ അടിപൊളിയായി തന്നെ നമ്മുടെ സ്വന്തം ആൾട്ടർനേറ്റിംഗ് കറണ്ടും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും സെറ്റ് ആക്കി കഴിഞ്ഞു. അതിനകത്തുള്ള മുഴുവൻ ഡെറിവേഷൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവസാന 5 വർഷത്തെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അടിപൊളിയായി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? യെസ്, കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. കുറച്ച് അഡീഷണൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ അതുമായാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ സ്വന്തം സീറോ ടു ഹീറോ സീരീസ്. സോ ആ ലൈവ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ആ ലൈവ് കണ്ടതിന് ശേഷം മാത്രം ഈ പറയുന്ന വീഡിയോ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുകയില്ല. കാരണം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ഫോർമുലാസ് എല്ലാം ഇന്നലെ നമ്മൾ ആ ലൈവിനകത്ത് പഠിച്ചതാണ്. സോ ലൈവിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈവ് കാണാത്തവർ ഓടിപ്പോയി ലൈവ് കണ്ടതിന് ശേഷം ഈ വീഡിയോ സീരീസ് കാണുക. ഓക്കെ അല്ലേ മക്കളെ? സോ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് എന്തിലോട്ട് കിടക്കാം? നമുക്ക് നമ്മുടെ ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിന് ഫിസിക്സിൽ ഫുൾ മാർക്കും നമുക്ക് അടിച്ചെടുക്കണം മക്കളെ. ടൈം ടേബിൾ വന്നു. സോ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ സ്വന്തം ഫിസിക്സ് ആണ്. സോ അതിൽ ഫുൾ മാർക്ക് നേടിക്കഴിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാംസ് ഒക്കെ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. സോ ലേറ്റ് ആക്കുന്നില്ല, ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഓറിയന്റഡ് ആയ ഒരു ഗംഭീരമായ ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. ഒരു അടിപൊളി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് പറയുന്നത്? ദ കറന്റ് ഇൻ എ സർക്യൂട്ട് ഫാൾസ് ഫ്രം 5 ആംപിയർ ടു 0 ആംപിയർ ഇൻ 0.1 സെക്കൻഡ്. If the average EMF is 200 volt, calculate the self inductance of the circuit. നമുക്ക് ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ആ കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിലെ മാറ്റവും സമയവും EMFും ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് കിട്ടും. അത് എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. സോ ആദ്യം ഗിവൺ ഡാറ്റ, ചേഞ്ച് ഇൻ കറണ്ട് അഥവാ DI എത്രയാണ് മക്കളെ? 0 - 5 that is equal to -5 ആംപിയർ. അങ്ങനെ തന്നെ എഴുതണം. ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും എഴുതാൻ പഠിക്കുക. നെക്സ്റ്റ് വൺ, സമയം അഥവാ DT ഈക്വൽ ടു എത്രയാണ്? 0.1 സെക്കൻഡ് ആണ്. EMF എത്രയാണ് മക്കളെ? 200 വോൾട്ട് ആണ്. സെറ്റ്. കണ്ടുപിടിക്കേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ആ ഫോർമുല നിങ്ങളുടെ ഒക്കെ മനസ്സിലില്ലേ മക്കളെ? നമ്മൾ ആ ഫോർമുല പഠിച്ചതാണ്. അഥവാ E ഈക്വൽ ടു -L ഇൻറ്റു DI/dt. സെറ്റ് അല്ലേ? സോ ഈ എത്രയാണ്? 200. സോ 200 ഈക്വൽ ടു -L ഇൻറ്റു DI എത്രയാണ് മക്കളെ? -5 ആണ്. D3 എത്രയാണ്? 0.1 ആണ്. സോ 200 ഈക്വൽ ടു L ഇൻറ്റു 5 ഇൻറ്റു 0.1. എങ്ങനെയാണ്? മൈനസും പ്ലസ് ആയി പോയിട്ടോ. ഇവിടെ -5ലെ മൈനസും ഈ പറയുന്ന -Lലെ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 0.1നെ 200 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരൂടാ? 200 ഇൻറ്റു 0.1 എത്രയാണ്? 20 ഈക്വൽ ടു 5L എന്ന് വരും. ക്ലിയർ അല്ലേ? സോ L ഈക്വൽ എത്ര വരൂടാ? 20 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് മീൻസ് 4 ഹെൻറി. സോ നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണ് മക്കളെ? 4 ഹെൻറി ആണ് നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. കൃത്യമായി പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്. ശ്രദ്ധിക്കണം. എ റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് ഏരിയ 20 സെന്റിമീറ്റർ ഇൻറ്റു 30 സെന്റിമീറ്റർ. അതിന്റെ പാരാമീറ്റർ നൽകി. റെക്ടാങ്കുലർ ലൂപ്പ് ആകുമ്പോൾ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തിന്റെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫൈൻ. സോ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ വെൻ ദ കോയിൽ ഈസ് നോർമൽ ടു ദ ഫീൽഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ദ കോയിൽ ഈസ് നോർമൽ ടു ദ ഫീൽഡ്. കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. സോ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് കോയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതിന്റെ ഏരിയ നമുക്ക് നൽകിയിട്ടുണ്ട് 20 സെന്റിമീറ്റർ ഇൻറ്റു 30 സെന്റിമീറ്റർ. സിമ്പിൾ ആണ്, പക്ഷെ സെന്റിമീറ്റർ തന്നത് മീറ്ററിലോട്ട് മാറ്റണം. സോ ആദ്യം ആ പറയുന്ന പാരാമീറ്റേഴ്സ് ഞാനൊന്ന് ഡയഗ്രമാറ്റിക്കലി നിങ്ങളോട് കാണിച്ചു തരാം. ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തത്. സോ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് വരച്ച് കാണിച്ചു തരാം. സോ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ ആയിട്ടാണ് ആരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന റെക്ടാങ്കുലർ ലൂപ്പിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫൈൻ, ഒരു സംശയമില്ലല്ലോ? ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? എപ്പോഴും സർഫേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഏരിയ വെക്ടർ. സോ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സോ യെസ്, ആ സർഫേസിന് പെർപെൻഡിക്കുലർ ആയി ഞാൻ ആരെ കൂടി വരയ്ക്കുന്നു? ഞാൻ നമ്മുടെ സ്വന്തം ഏരിയ വെക്ടറിനെ കൂടി മാർക്ക് ചെയ്യുന്നു. ഒന്ന് താഴോട്ട് വരയ്ക്കുന്നുണ്ടാ. അടിപൊളി, കൊള്ളാം, പൊളി സാധനം. റെഡി. ഓക്കെ, സെറ്റ്.
ഓക്കെ, അപ്പൊ നമ്മുടെ ഏരിയ വെക്ടറിനെ കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് അവർ ഏരിയ വെക്ടർ. ഇതാണ് നമ്മുടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. സോ എന്ത് മനസ്സിലാക്കാം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും എന്താണ്, സെയിം ഡയറക്ഷനിലായിരിക്കും. അത് നിങ്ങൾ കൃത്യമായി ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. സോ റെക്ടാംഗിൾ ലൂപ്പ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഈ ലൂപ്പിന്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിലായിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതറിയാതെ ചോദ്യം പ്രൊസീഡ് ചെയ്താൽ ഉത്തരം തെറ്റും, ഒരു സംശയമില്ല. ഇനി ഗിവൺ ഡാറ്റ നമുക്കൊന്ന് എഴുതാം. ഏരിയ എത്രയാണെന്ന് അവർ പറയുന്നത്? ഏരിയ പറയുന്നത് 20 സെന്റിമീറ്റർ ഇൻറ്റു 30 സെന്റിമീറ്റർ. നിസാരമായിട്ട് പറയാൻ പറ്റും എത്രയാടാ, 600 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ഏരിയ ആവശ്യമുള്ള സെന്റിമീറ്റർ സ്ക്വയറിലല്ല, മീറ്റർ സ്ക്വയറിലാണ്. സോ എന്ത് ചെയ്യാം, 600 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. 600 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. പിന്നെ അടുത്തതായിട്ട് നൽകിയിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എത്രയാണ്? 0.3 ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ ഫൈ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. സെറ്റ് അല്ലേ? ഒരു സംശയവും നിങ്ങൾക്കില്ല, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ എങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം? അതിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കടാ. ഇക്വേഷൻ എന്താണ്? ഫൈ ഈക്വൽ ടു BA cos theta. ഫൈ ഈക്വൽ ടു BA cos theta. പഠിപ്പിച്ചതല്ലടാ മക്കളെ. സോ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ പറയുന്ന ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ എത്രയാടാ? വാട്ട് ഈസ് ആംഗിൾ തീറ്റ? ഇവിടെ തീറ്റ എത്രയാണ്? 0 ഡിഗ്രി അല്ലേ? കാരണം മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനിലാണ്. സോ ആംഗിൾ ഈ 0 ഡിഗ്രി. ഇവിടെ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. സോ ഫൈ ഈക്വൽ ടു BA cos 0. cos 0 എന്ന് പറഞ്ഞാൽ 1 അല്ലടാ. സോ ഫൈ ഈക്വൽ ടു എന്ത് കിട്ടും? BA എന്ന് കിട്ടും. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0.3 ആണ്. സോ 0.3 ഇൻറ്റു ഏരിയ എത്രയാണ്? 600 ഇൻറ്റു 10⁻⁻⁴. ക്ലിയർ അല്ലേ? സോ ഫൈ ഈക്വൽ എത്ര കിട്ടൂടാ? 1.8 ഇൻറ്റു 10⁻⁻². യൂണിറ്റ് എന്താണ്? വെബർ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയാണ് കിട്ടുക? 1.8 ഇൻറ്റു 10⁻⁻² വെബർ എന്ന് കിട്ടും. സിംപ്ലി സയന്റിഫിക് കാൽക്കുലേറ്റർ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിസ്സാരമായ ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യം. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സെറ്റ് അല്ലടാ? അടിപൊളിയായിട്ട് മനസ്സിലായില്ല, ആർക്കും തന്നെ സംശയമില്ലാലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അടുത്ത ചോദ്യം നമ്മുടെ സ്വന്തം മോഷണൽ EMF ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. മോഷണൽ EMF ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചതാണ്, റൈറ്റ്? ഒരു എയ്റോപ്ലെയിൻ ഉണ്ട്. ആ എയ്റോപ്ലെയിൻ ഹൊറിസോണ്ടലി എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണ് വിത്ത് എ വെലോസിറ്റി 720 km/h. സോ 720 km/h വെലോസിറ്റിയിൽ ഒരു എയ്റോപ്ലെയിൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ദ EMF ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ വിങ്സ് ഹാവിംഗ് എ സ്പാൻ ഓഫ് 25 meter. The vertical component of the earth magnetic field is 2.19 into 10⁻⁻⁵ Tesla. എന്താണ് ചോദ്യത്തിനകത്ത് പറയുന്നത്? നമുക്ക് മോഷണൽ EMF എന്ന് തന്നെ തുടങ്ങാം. സോ എന്താണ് മോഷണൽ EMF എന്ന് പറഞ്ഞാൽ? ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് മുകളിൽ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് മുകളിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എൻഡുകൾക്കിടയിൽ ഉണ്ടാവുന്ന EMFനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മോഷണൽ EMF എന്നാണ്. പക്ഷെ ഇവിടെ അതേ കാര്യം തന്നെയാണ്, പക്ഷെ ഒന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രം. ഇവിടെ മൂവ് ചെയ്യുന്നത് കണ്ടക്ടർ അല്ല, മറിച്ച് എയ്റോപ്ലെയിൻ ആണ് മൂവ് ചെയ്യുന്നത്. ആ എയ്റോപ്ലെയിനിന്റെ വിങ്സിന്റെ ഇടയിലുള്ള നീളം, ദാറ്റ് ഈസ് സ്പാൻ. എത്ര നീളത്തിലാണ് ആ എയ്റോപ്ലെയിൻ ഉള്ളത്? ഇങ്ങനെ ചിറകുകൾ ഉണ്ടാവുമല്ലോ, ആ ചിറകുകളുടെ നീളം എത്രയാണ് പറയുന്നത്? 25 മീറ്റർ എന്ന് പറയുന്നു. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട് 720 km/h നൽകിയിട്ടുണ്ട്. ഇവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എർത്താണ്. സോ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്? 2.19 into 10⁻⁵ ടെസ്ലയാണ്. സോ എല്ലാം സിമിലർ ആണ്. പക്ഷെ ഒരു കണ്ടക്ടർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് മുകളിൽ മൂവ് ചെയ്യുന്നതിന് പകരം ഒരു എയ്റോപ്ലെയിൻ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് മുകളിലൂടെ ചലിക്കുന്നു. അത്രയേ ഉള്ളൂ. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കടാ. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം EMF? എങ്ങനെ നമുക്ക് മോഷണൽ EMF കണ്ടുപിടിക്കാം? ഇക്വേഷൻ നിങ്ങൾക്ക് ആദ്യം അറിയണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E ഈക്വൽ ടു BLV ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുക. സോ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ്? ആദ്യം വെലോസിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട് 720 km/h ആണ്. നമുക്ക് ഏതിലോട്ട് മാറ്റണം? മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. സോ 720 ഇൻറ്റു 5/18 എത്രയാടാ? 5/18 എത്രയാണ്? ക്യാൻസൽ 4. സോ 40 ഇൻറ്റു 5, 40 ഇൻറ്റു 4 20. സോ 200 മീറ്റർ/സെക്കൻഡ്. സോ നമുക്ക് വെലോസിറ്റി എത്ര കിട്ടി? 200 മീറ്റർ/സെക്കൻഡ് കിട്ടി. ലെങ്ത് എത്രയാണ്? 25 മീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു 2.19 into 10⁻⁻⁵ ടെസ്ല.
2.19 into 10 raised to minus 5 ടെസ്ല. അപ്പൊ എല്ലാ ഡാറ്റാസുമായി ഡയറക്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. E equal to BLV. So E equal to magnetic field 2.19 into 10 raised to minus 5 into length 25 ആണ്. വെലോസിറ്റി എത്രയാണ്? 200 ആണ്. ഒന്ന് സയന്റിഫിക് കാൽക്കുലേറ്റർ ഇടുമ്പോൾ ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി 0.11 വോൾട്ട് ആണ് കിട്ടുക. 0.10 സംതിങ് ആണ് വരിക. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 0.11 വോൾട്ട് എന്ന് എഴുതാം. സോ ഇതാണ് അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF വാല്യൂ എന്ന് പറയുന്ന കൃത്യമായിട്ട് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റൻ ആണ്, വലിയ കൺഫ്യൂഷൻ ഒന്നും ഇടയില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലോങ് സോളിനോയിഡ് ഉണ്ട്. അതിനകത്ത് 1000 ടേൺസ് ആണുള്ളത്. 1000 ടേൺസ് ആണ് ആ ലോങ് സോളിനോയിഡിനകത്തുള്ളത്. പിന്നെ കറന്റ് ഓഫ് 4 ആംപിയർ ഫ്ലോസ് ത്രൂ ഇറ്റ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഈസ് 4 into 10 raised to minus 3 വെബർ. ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ സോളിനോയിഡ് ഈസ് ഡാഷ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി അവരെന്ത് നൽകിയിട്ടുണ്ട്? 1000 ടേൺസ് ഉള്ള ഒരു സോളിനോയിഡ് നൽകിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ടേണുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 into 10 raised to minus 3 ആണ്. ആ സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 4 ആംപിയർ ആണെന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഫൈൻ, ഓക്കെ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇക്വേഷൻ അറിയാതെ ഈ ഒരു ചോദ്യം ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പ്രൊസീഡ് ചെയ്യാൻ സാധിക്കില്ല. സോ എന്താണ് ഇക്വേഷൻ? കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സ്വന്തം സെൽഫ് ഇൻഡക്റ്റൻസ് ആയതിനാൽ തന്നെ L ഈക്വൽ ടു എന്താ ഇക്വേഷൻ? 5/I. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. L ഈക്വൽ ടു 5/I എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. സോ ഒരു കോയിലുമായി അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അവർ 4 into 10 raised to minus 3 നൽകിയിരിക്കുന്നത്. ടോട്ടലി 1000 ടേൺസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയായിരിക്കും? 1000 into 4 into 10 raised to minus 3. ഒരു സംശയവുമില്ലല്ലോ. സൂത്രം എത്രയാണ്? 10 raised to minus 3 1000 തമ്മിൽ ക്യാൻസൽ ചെയ്ത് ബാക്കി എത്രയേ ഉള്ളൂ? 4 ആണ്. സോ 4 വെബർ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുക? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുക. ഇനി കറണ്ടും നമ്മുടെ ചോദ്യത്തിനകത്ത് നൽകിയിട്ട് എത്രയാണ്? 4 ആംപിയർ ആണ് കറണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? സെൽഫ് ഇൻഡക്റ്റൻസ് ഈക്വൽ എത്ര വരും? 4/4 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഹെൻറി. സോ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണ് കിട്ടുക? 1 ഹെൻറി ആണ് നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, മനസ്സിലാക്കി പഠിക്കേണ്ട ചോദ്യമാണ്. സെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? ആ ഡയമെൻഷൻ നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാവുന്നതാണ്. പക്ഷെ നേരിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ തന്നെ നമുക്കത് ഡിറൈവ് ചെയ്യാം. കാരണം ഒരു ഡയമെൻഷൻ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഡയമെൻഷൻ മ്യൂച്വൽ ഇൻഡെക്സിന് മാത്രം പഠിച്ചാൽ പോരാലോ. കുറെ പാരാമീറ്റേഴ്സ് ഇതുപോലെ പലതും വരാറുണ്ട്. സോ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ മനപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഡയമെൻഷൻ എങ്ങനെ വന്നു എന്ന് കൃത്യമായിട്ട് ഞാൻ ഡിറൈവ് ചെയ്ത് തരാം. എന്നിട്ടും നിങ്ങൾക്ക് മനപ്പാഠം പഠിക്കുന്നത് എളുപ്പമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ചില കുട്ടികളുണ്ടാവും, സാറേ മനപ്പാഠം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു -1 ഒരു സ്ക്വയറോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ മൊത്തം മാർക്കും എൻ്റെ കൈവിട്ട് പോകും. സോ എനിക്കത് എങ്ങനെ വന്നു എന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വന്ന മാർഗം പറയുന്നത്. കുറച്ചുകൂടി വലിപ്പമുള്ള കൺസെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. സോ ക്ഷമയുള്ളവർ അത് മനസ്സിലാക്കി പഠിക്കുക, ഇല്ലാത്തവർ അതിന്റെ ഫൈനൽ ആൻസർ മാത്രം പഠിക്കുക. സോ ഞാൻ എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷൻ വരിക എന്ന് പറയാം. സോ M ഈക്വൽ ടു 5/I ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. 5 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ്. സോ നമുക്ക് ആദ്യം എന്തിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം? 5യുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. 5യുടെ ഇക്വേഷൻ എന്താണ്? 5 ഈക്വൽ ടു BA, ആംഗിൾ വിട്ടേക്ക് കോസ് തീറ്റ വിട്ടേക്ക് BA. സോ BA കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആരുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ലോറൻസ് ഫോഴ്സ് F ഈക്വൽ ടു QVB. അപ്പോൾ B ഈക്വൽ ടു എന്ത് എഴുതാം? F/QV. ഇത് ഉപയോഗിച്ച് നമുക്ക് ആരുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം? ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വേണ്ട സാറേ, ഞാൻ നേരിട്ട് തന്നെ പഠിച്ചോളാം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക. നിങ്ങളുടെ മൈൻഡ് വോയിസ് എനിക്ക് കേൾക്കാം, എടോ മിണ്ടാതിരിക്കണം, നേരിട്ട് ആ ഡയമെൻഷൻ പറഞ്ഞിട്ട് പോയിക്കണേ എന്ന് ഞാനത് പഠിച്ചേക്കാം എന്നായിരിക്കും പലരും ആലോചിക്കുന്നുണ്ടാവുക. എങ്കിൽ പോലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനത് കണ്ടുപിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ വേണ്ടാത്തവർ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് ആ ഫൈനൽ ഡയമെൻഷൻ മാത്രം പഠിച്ച് മുന്നോട്ട് പോയിക്കോ, പ്രശ്നമില്ല. പക്ഷെ മനസ്സിലാക്കി പഠിക്കണമെന്ന് ഒരാളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നു, അത് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നു, അത് ഉപയോഗിച്ചാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. സെറ്റ്. സോ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷനിലോട്ടാണ് കടക്കാൻ പോകുന്ന. ഇക്വേഷൻ അറിയാം നമുക്ക്. B അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു എന്താണ്? F/QV. F/QV. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ മക്കളെ? ML T raised to -2.
ചാർജിന്റെ ഡയമെൻഷൻ മക്കളെ AT ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ മക്കളെ LT⁻⁻1 ആണ്. എല്ലാം നമുക്കറിയാലോ. ഒന്ന് ഞാൻ ഈ ടേംസിനെയൊക്കെ മുകളിലോട്ട് കൊണ്ടുവരികയാണ്. സോ mL(T⁻⁻2) ഇൻറ്റു A⁻⁻1 T⁻⁻1. പിന്നെ ബാക്കി ആരാ ഉള്ളത്? L⁻⁻1 ഒരു T ഉണ്ട്. സെറ്റ്. എല്ലാ ടേംസിനെയും ഞാൻ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവന്നു. ശ്രദ്ധിക്കടാ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ടിയും T⁻⁻1 പോയി, L⁻⁻1 എല്ലും പോയി. സോ ബാക്കിയുള്ള ടേംസ് മാത്രം എഴുതട്ടെ. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ നമുക്ക് എന്ത് കിട്ടും? M T⁻⁻2 A⁻⁻1 എന്ന് കിട്ടും. ശരിയല്ലേ? M T⁻⁻2 A⁻⁻1 എന്ന് കിട്ടും. ഇനി മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ പിടിക്കാം. ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് BA ആണ്. സോ M T⁻⁻2 A⁻⁻1 ഇൻറ്റു ഏരിയയുടെ എന്താണ്? L² ആണ്. സോ ഉത്തരം നമുക്ക് എന്താ കിട്ടുക? M L² T⁻⁻2 A⁻⁻1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് പിടിക്കാം? മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡയമെൻഷൻ പിടിക്കാം. ദാറ്റ് ഈസ് ഈ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ M =φ/I ആണ് ഇക്വേഷൻ എന്ന് പറയുക. സോ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ് φയുടെ ഡയമെൻഷൻ എന്താ മക്കളെ? M L² T⁻⁻2 M L² T⁻⁻2 A⁻⁻1. ശരിയല്ലേ? യെസ്. ഡിവൈഡഡ് ബൈ കറണ്ട്. കറണ്ടിന്റെ ഡയമെൻഷൻ എന്താണ്? A തന്നെയാണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും മക്കളെ? mL² T⁻⁻2 A⁻⁻2 mL² T⁻⁻2 A⁻⁻2. കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് വന്ന വഴി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പഠിക്കുക. അതിന്റെ മാർഗവും ഞാൻ പറഞ്ഞു തന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വൺ. AC ഓറിയന്റഡ് ആയ നമ്മുടെ സ്വന്തം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം. ദ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ്. മാസിന്റെ ഇലക്ട്രിക്കൽ അനലോഗ് എന്താ മക്കളെ? അത് ഇൻഡക്ടൻസ് ആണ് കേട്ടോ. ഇൻഡക്ടൻസ് ഈസ് ദ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ്. എല്ലാവർക്കും അറിയണം. അടുത്ത ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ഒരു സിമ്പിൾ ന്യൂമറിക്കൽ ആണ്. എന്താണ്? ഇനി ട്രാൻസ്ഫോമർ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് 140. സോ NP = 140 ആണ്. അതുപോലെ തന്നെ സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് അവർ നൽകിയിട്ടുണ്ട് 280 ആണ്. ഇഫ് ദ കറണ്ട് ഇൻ ദ പ്രൈമറിയിലുള്ള കറണ്ട് അഥവാ IP = എത്രയാണ്? 4 ആംപിയർ ആണ്. ദെൻ ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി ആണ് കണ്ടുപിടിക്കേണ്ടത്. IS കണ്ടുപിടിക്കാം. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. NS/NP = IP/IS ആണ്. സോ therefore IS ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. സോ IS = NP/NS × IP എന്ന് വരും. ശരിയല്ലേ? സോ NP എത്രയാണ്? NP എന്ന് പറഞ്ഞാൽ 140 ആണ്. 140 /NS എത്രയാണ്? 280 ആണ്. IP എത്രയാണ്? IP എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ വെട്ടിക്കളയട്ടെ. വെട്ടിക്കളവാണ്. 0 0 പോയി. ഇത് 2 തവണ പോയി. സോ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്രയേ ഉള്ളൂ? 2 ആണുള്ളത്. സോ 2 ആംപിയർ. അവർ ആൻസർ ഈസ് 2 ആംപിയർ. സോ എത്രയാണ് ഉത്തരം എന്ന് പറയുക? 2 ആംപിയർ ആണ്. സോ പ്രൈമറി കറണ്ട് എന്ന് പറഞ്ഞാൽ 4 ആംപിയർ ആണ്. സെക്കൻഡറി കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആംപിയർ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. ഐ തിങ്ക് 2024 മാർച്ച് എക്സാമിന് ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നു. ഇന്നലെയാണ് ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നു. സോ ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ വരും, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കാം. 220 വോൾട്ട് AC is more dangerous than 220 വോൾട്ട് DC. എന്തുകൊണ്ടാണ്? 220 വോൾട്ട് AC is more dangerous than 220 വോൾട്ട് DC. സോ 220 വോൾട്ട് DCയുടെ പീക്ക് വാല്യൂ എടുത്താലും അത് എത്രയാണ്? അതിന്റെ പീക്ക് വാല്യൂ എടുത്താലും അത് എത്ര തന്നെയാണ്? അത് 220 വോൾട്ട് തന്നെയാണ്. സംശയമില്ല. കാരണം DC എന്ന് പറഞ്ഞാൽ സ്റ്റഡി കറണ്ട് ആണ്, അത് ഫ്ലക്ച്വേറ്റിംഗ് അല്ല. സോ അതിനാൽ തന്നെ അതിന്റെ പീക്ക് വാല്യൂവിനും മാറ്റമില്ല. അത് 220 വോൾട്ട് തന്നെയാണ്. പക്ഷെ AC-ക്ക് അങ്ങനെയല്ല. നമുക്കറിയാം AC-യുടെ ഇവിടെ നൽകിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായും RMS വാല്യൂ ആണ്. സോ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് ആണ്. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. VRMS = V0/√2. അപ്പൊ V0 അഥവാ പീക്ക് വാല്യൂ ഈക്വൽ ടു എന്ത് വരും? VRMS × √2 എന്ന് വരും. ദാറ്റ് ഈസ് 220 × √2. എത്രയാടാ? 311 വോൾട്ട് എന്ന് കിട്ടും. റൈറ്റ്. സോ ഈ പറയുന്ന AC-യുടെ പീക്ക് വാല്യൂ എത്രയാണ്? 311 വോൾട്ട് ആണ്. DC-യുടേത് 220 വോൾട്ട് തന്നെയാണ്. സോ അതിനാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 220 വോൾട്ട് AC is more dangerous than 220 വോൾട്ട് DC. കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ? ആ ന്യൂമറിക്കൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഇവൻ ഭീകരനാണ്, നമ്മൾ വിചാരിച്ച പോലെയല്ല. കാരണം അവന്റെ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 220 അല്ല, മറിച്ചത് 311 ആണ്. ആ ഒരു കൃത്യത, ആ ഒരു വ്യക്തത നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. റൈറ്റ്. അടുത്ത
പ്രൂവ് ദാറ്റ് ഇൻഡക്ടർ ഓഫേഴ്സ് ഈസി പാത്ത് ടു ഡി സി ആൻഡ് റെസിസ്റ്റീവ് പാത്ത് ടു എ സി. ഒരു ഇൻഡക്ടർ ഡി സിക്ക് ഈസി പാത്തും എ സിക്ക് റെസിസ്റ്റീവ് പാത്തുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന കാര്യം പ്രൂവ് ചെയ്യുക. നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എൽ ഒമേഗ അല്ലേ. ഡി സിയുടെ പ്രത്യേകത അവിടെ ആംഗുലർ ഫ്രീക്വൻസി അഥവാ ഒമേഗ എത്രയാണ്? 0 ആണ്. സോ ഡി സിയുടെ കേസിൽ എക്സൽ എന്തായിരിക്കും? എക്സൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അഥവാ ഡി സിക്ക് ഒരു തരം ഒപ്പോസിഷനും ആര് കൊടുക്കുന്നില്ല? ഈ പറയുന്ന ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഡി സിക്ക് ആംഗുലർ ഫ്രീക്വൻസി അഥവാ ഒമേഗ 0 ആണ്. ഒമേഗ 0 ആണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എ സിയുടെ കാര്യത്തിലോട്ട് വരാം. എ സിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവിടെ സെർട്ടൻ വാല്യൂ ഓഫ് ഒമേഗ ഉണ്ട്. ഒമേഗ ഉണ്ടെങ്കിൽ ഉറപ്പായും അവിടെ ആരുണ്ടാവും? എക്സൽ അഥവാ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും. സോ എ സി ആണെങ്കിൽ അവിടെ ഒപ്പോസിംഗ് ഫാക്ടറായി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും. പക്ഷെ ഡി സിക്ക് അങ്ങനെയല്ല. ഡി സിക്ക് ഒരു ഒപ്പോസിഷനും ആര് കൊടുക്കുന്നില്ല? ഇൻഡക്ടർ കൊടുക്കുന്നില്ല. കാരണം ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. കാരണം ഒമേഗ അഥവാ ആംഗുലർ ഫ്രീക്വൻസി ഡി സിയിൽ എന്താണ്? 0 ആണ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് ഇൻഡക്ടർ ഓഫേഴ്സ് ഈസി പാത്ത് ടു ഡി സി ആൻഡ് റെസിസ്റ്റീവ് പാത്ത് ടു എ സി. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടുത്തത് ഇതൊരു നമ്മുടെ ഒരു അവസാന ചോദ്യമാണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. നിസ്സാരമായ ചോദ്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്രദ്ധിക്കണം. ഒരു 100 ഓം റെസിസ്റ്റർ ഉണ്ട്, 100 ഓം റെസിസ്റ്റർ ഉണ്ട്. അത് 220 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈയോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്. അതുപോലെ തന്നെ നെറ്റ് പവറും നമുക്ക് കണ്ടുപിടിക്കണം. RMS വാല്യൂ ഓഫ് കറണ്ട്, നെറ്റ് പവറും കണ്ടുപിടിക്കണം. വാ, ഗിവൺ ഡാറ്റ നമുക്ക് എഴുതാം. സോ റെസിസ്റ്റൻസ് എത്രയാണ്? 100 ഓം ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വോൾട്ടേജ്, എ സിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VRMS ആണ്. അത് 220 വോൾട്ട് ആണ്. ഒരു സെക്കൻഡ്, അത് 220 വോൾട്ട് ആണ്. അടുത്ത എന്താ പറയുന്നത്? ഫ്രീക്വൻസി നൽകിയിട്ട് എത്രയാണ്? 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുക. സോ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ കറണ്ട് ആണ്. IRMS കണ്ടുപിടിക്കുക. എങ്ങനെ നമുക്ക് IRMS കണ്ടുപിടിക്കാം? നിസ്സാരമായി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. അതിനുള്ള എല്ലാ ഡാറ്റാസും ചോദ്യത്തിനകത്ത് തന്നെ ഉണ്ട്. IRMS ഇക്വേഷൻ എന്താ മക്കളെ? IRMS ഈക്വൽ ടു VRMS ഡിവൈഡ് ബൈ ഒപ്പോസിംഗ് ഫാക്ടർ. ഇവിടെ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയതിനാൽ തന്നെ ഒപ്പോസിംഗ് ഫാക്ടർ എന്താ മക്കളെ? റെസിസ്റ്റൻസ് ആണ്. സോ 6 ആണ്. സോ 220 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. വെട്ടിക്കളയട്ടെ. 0 പോയി 22 ബൈ 10 2.2. സോ IRMS വിൽ ബി ഈക്വൽ ടു 2.2 ആംപിയർ. സോ IRMS നമുക്ക് കിട്ടി. അടുത്തത് എന്താണ്? ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താ മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? പവർ അല്ലടാ. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓർ ഫുൾ സൈക്കിൾ. സോ എന്താണ് ആവറേജ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ആവറേജ് പവർ അല്ലെങ്കിൽ നെറ്റ് പവർ ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയതിനാൽ തന്നെ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. സോ അതിനാൽ തന്നെ ഫൈയുടെ വാല്യൂ എത്രയാണ്? ഫൈയുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് പവർ V ആവറേജ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS എന്ന് വരും. നമുക്കെല്ലാം നമ്മുടെ കൈവശമുണ്ട്. VRMS എത്രയാണ്? 220 ആണ്. സോ 220 ഇൻറ്റു IRMS എത്രയാണ്? 2.2 ആണ്. സോ 220 ഇൻറ്റു 2.2 എത്രയാ മക്കളെ? ചെയ്ത് നോക്കട്ടെ. 220 ഇൻറ്റു 2.2 ഈക്വൽ ടു 484 ആണ്. സോ ആൻസർ വിൽ ബി 484 വാട്ട്. സോ എത്രയാണ് പവർ എന്ന് പറയുന്നത്? 484 വാട്ടാണ്. സോ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്തരം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യണം. ഇതെല്ലാം അടിപൊളിയായിട്ട് പഠിക്കണം. എൻ്റെ മക്കൾക്ക് ഈ ഒരു വീഡിയോ വർത്താണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. ലൈവ് കാണാത്തവരെല്ലാവരും പോയി ലൈവ് അടിപൊളിയായിട്ട് കാണുക. ലൈവിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ ലൈവിന്റെ കമന്റ് ബോക്സിൽ ഇടുക. ഇവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്ന കാര്യം അടിപൊളിയായിട്ട് എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഇതുപോലുള്ള അടുത്തടുത്ത ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകത്തുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. ഫിസിക്സിൽ നമ്മൾ എന്തായാലും മുഴുവൻ മാർക്കും അടിച്ചിരിക്കും. ഒരു സംശയമില്ല. അണ്ണന്റെ പിള്ളേർ എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റുമക്കളെ. സോ ടേക്ക് കെയർ. ബൈ.